സ്വാഗതം. അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു 10:45 ആയിട്ടുണ്ടായിരിക്കും കേട്ടോ. ഏട്ടിപ്പം മറ്റേ 2 ആഴ്ചത്തെ വെക്കേഷൻ ആയതുകൊണ്ട് നമ്മൾ ഈ സമയത്തൊക്കെ തന്നെ എഴുന്നേക്കണേ. കാരണം അല്ലാത്തപ്പോഴും ഏകദേശം ഈ സമയത്തൊക്കെ തന്നെ ആയതുകൊണ്ട് നമുക്ക് നേരത്തെ എഴുന്നേക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നില്ല. നമ്മൾ ഉറങ്ങുമ്പോഴത്തേക്കും ലേറ്റാവും. അപ്പോൾ നമ്മൾ ഇന്നലെ നമ്മുടെ 2 ദിവസത്തെ സ്റ്റേക്കേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇന്നലെ വന്നിട്ടുണ്ടായിരുന്നേ. അതിൻ്റെ വീഡിയോസൊക്കെ ഞാനിങ്ങനെ ഷോർട്ടാക്കിയിട്ടാണ് ഇടണേ. കാരണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് വീഡിയോ ആയിട്ട് ഞാൻ ഇട്ട് കഴിഞ്ഞാൽ അതിനത്ര വ്യൂസൊന്നും കാര്യങ്ങളൊന്നും കിട്ടാറില്ല. ഷോർട്സ് ആകുമ്പം കുറച്ചും കൂടെ ആൾക്കാരത് കാണുമ്പോൾ എനിക്കൊരു സന്തോഷം. അതുകൊണ്ട് ഞാനതിങ്ങനെ പാട്ടായിട്ട് ഷോർട്സ് ആക്കിയിട്ട് ഇടാമെന്നാണ് വിചാരിക്കണേ. ഇട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, കാണുക, എന്നെ സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇന്ന് രാവിലെ നമുക്ക് പുട്ടും കടലക്കറിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ കടലയൊക്കെ നമ്മൾ ഓൾറെഡി ഇന്നലെ തന്നെ വെള്ളത്തിലൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും വേഗം പല്ലൊക്കെ തേച്ചൊന്ന് ഫ്രഷായിട്ട് നമുക്ക് നമ്മുടെ പണിയിലോട്ടേക്ക് കിടക്കാം. പിന്നെ ഞാൻ ആലോചിച്ച് ബ്രഷ് സാധാരണ ഇവിടെ വെക്കാറ് ഏട്ടൻ്റെ ബ്രഷ്. ഞങ്ങളുടെ രണ്ടുപേരുടെയും സെയിം ആയിപ്പോയി. നമ്മൾ 2 സമയത്താണ് മേടിച്ചത്, പക്ഷെ രണ്ടിൻ്റെയും കളറ് സെയിം ആയതുകൊണ്ട് മാറിപ്പോവും. അപ്പോൾ ഏട്ടൻ്റെ ഇങ്ങനെ ഇരിക്കണേ. ഏട്ടൻ്റെ ഇവിടെ വെച്ചിട്ട് എൻ്റെ റൂമിലാണ് വെക്കാറ്. പക്ഷെ നമ്മൾ ബാഗിൽ നിന്ന് പുറത്തെടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ ഓടിപ്പോയിട്ട് ആ സാധനം കണ്ടുപിടിച്ചിട്ട് വരട്ടെ എവിടെയാണെന്ന്. ഇന്നലെ പോയി വന്നിട്ട് ഒന്നും ഞാൻ എടുത്ത് വെച്ചിട്ടില്ല. ഒക്കെ ബാഗിൽ നിന്ന് കുറച്ചൊക്കെ പുറത്തെടുത്തിട്ട് ആ സെറ്റിയുടെ മേലേക്ക് ഇട്ടിട്ടുണ്ട്. അല്ലാതെ ഒന്നും ഞാൻ പുറത്തെടുത്ത് വെച്ചിട്ടില്ല. അത് മടിയാണല്ലോ, പോകുമ്പോഴുള്ള ഉത്സാഹം വരുമ്പോൾ നമുക്ക് കാണൂലല്ലോ. ചെറുതായിട്ട് ചുമയൊക്കെ പിടിച്ചു വന്നൊരു ഡൗട്ട്. കുറേ നാളായി ഇപ്പോൾ ചുമയൊക്കെ വന്നിട്ട്. അപ്പം ഞാൻ പോയി തപ്പി പിടിച്ചിട്ട് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് അടുക്കളയിൽ കയറി കഴിയുമ്പം ഏറ്റവും ആദ്യത്തെ പണിയെന്ന് വെച്ചാൽ തലേ ദിവസം രാത്രി നമ്മൾ കഴുകിയിട്ട് കമത്തി വെച്ചിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ എടുത്ത് അതത് സ്ഥാനത്ത് വെക്കുക എന്നുള്ളതാണ്. എനിക്ക് പക്ഷേ ഇല്ലേ ഈ ഒരു മേൽഭാഗത്ത് കൗണ്ടറിലൊക്കെ ഇല്ല ഇങ്ങനെ പാത്രങ്ങൾ ഇരിക്കണം എനിക്കിഷ്ടമല്ല. പക്ഷേ അപ്പോൾ ഞാൻ ചില സമയത്ത് കഴുകി അങ്ങനെ പാടി തന്നെ കബോർഡിൻ്റെ ഉള്ളിലാക്കും. അപ്പോൾ ഭയങ്കര മണം വരും വെള്ളത്തോട് കൂടെ വെക്കുമ്പോൾ. അപ്പോൾ എൻ്റെ കെട്ടുവിന് എന്നെ ചീത്ത പറയും. പിന്നെ അതുകൊണ്ട് ആ മണവും ആ ചീത്തയും വേണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാനിപ്പം ഇങ്ങനെ നമ്മുടെ ആ മേൽഭാഗത്ത് കമത്തി വെച്ചിട്ട് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും വെള്ളം പോയിട്ടുണ്ടാവുമല്ലോ. അങ്ങനെയായിട്ടോ ഞാൻ ചെയ്യാറ്. നമ്മൾ ഇതുവരെ കുറേയായി നമ്മൾ വിചാരിക്കണം അതൊക്കെ കമഴ്ത്തി വെക്കാൻ പാകത്തിന് ഇങ്ങനെ ഒരു ഷെൽഫ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ലോ, അത് വാങ്ങിക്കണം എന്നുള്ളത്. ഞാൻ ആമസോണിൽ ഇങ്ങനെ എപ്പോഴും നോക്കും, ഷീനിലും നോക്കിയിട്ട് കാട്ടിലിട്ട് വെക്കും. അവിടെ ഇട്ട് വെക്കണതല്ലാണ്ട് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കടലക്കറിയാണ്. എൻ്റെ കടലക്കറി പിന്നെ സിമ്പിളാണല്ലോ, പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എപ്പോഴും ഉണ്ടാക്കണ പോലെ തന്നെ എല്ലാം കൂടെ നമ്മൾ കുക്കറിലിട്ടിട്ട് ഒരു 10-15 വിസിലടിച്ചിട്ട് അങ്ങ് സെറ്റ് ചെയ്തെടുക്കും കേട്ടോ. അപ്പം സാധനങ്ങളൊക്കെ കുറവായിരുന്നു. ഞാൻ എല്ലാം ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ ഇന്നലെയാണ് തിരിച്ച് വന്നത്. അപ്പോൾ എനിക്കറിയില്ല കേട്ടോ, ഞാൻ 2 ദിവസമാണെങ്കിൽ പോലും നമ്മൾ മാറി നിന്നപ്പം ഞാൻ ഫ്രിഡ്ജും കാര്യങ്ങളൊക്കെ ഓഫ് ചെയ്തിട്ടിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം ഇത് ഇലക്ട്രോണിക് ഐറ്റംസ് ആണ്. അപ്പം നമ്മളിവിടെ ഇല്ലാത്ത സമയത്ത് ഇനി എന്തൊക്കെയാണ് സംഭവിക്കാമെന്ന് നമുക്കറിയാൻ പറ്റില്ല. ഇപ്പം നമ്മളിവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻ കേസ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ഒരാളെ വിളിച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാം. നമ്മളില്ലാത്ത സമയത്ത് നമ്മുടെ റൂമിൽ എന്ത് സംഭവിച്ചാലും നമ്മളറിയില്ല. അപ്പം ഏട്ടൻ പറഞ്ഞു 2 ദിവസത്തേക്ക് പോകുമ്പോൾ നീ ഫ്രിഡ്ജൊന്ന് ഓഫ് ചെയ്യണ്ടാന്ന്. പക്ഷേ ഞാൻ എല്ലാം ഓഫ് ചെയ്ത് പ്ലഗ് അടക്കം ഊരിയിട്ടിട്ടാണ് കേട്ടോ ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫ്രിഡ്ജിൽ ഉള്ള സാധനങ്ങളൊക്കെ ഞാൻ തീർത്തിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കാരണം 2 ദിവസം നമ്മൾ ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കും ചീത്തയാവില്ല. അപ്പം ഒരു സവാളേൻ്റെ ഒരു പകുതി അങ്ങനെയൊക്കെ നമ്മുടെ കയ്യിലുണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും മസാലകളും ഇഞ്ചി വെളുത്തുള്ളി സവാളയും എല്ലാം കൂടെ ഇട്ടിട്ട് നമ്മൾ കടല നമ്മുടെ അടുപ്പത്ത് കയറ്റിയിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ അടുത്ത് ഒരു കുക്കറല്ലേ ഉള്ളൂ. അപ്പം പുട്ട്, അതായത് ആ പുട്ടിൻ്റെ ഷേപ്പിൽ ചിരട്ടപ്പുട്ടിൻ്റെ ഇതാണ് നമ്മുടെ അടുത്തുള്ളത്. അതിലുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ കടല വെന്ത് അതിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് കടല വേറെ പാത്രത്തിലോട്ട് മാറ്റിയാലാണ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ. അത്രയും നേരം സഹിച്ച് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വിശപ്പ് സമ്മതിക്കാത്തത് കൊണ്ട് ഇപ്പം മിക്കപ്പോഴും നമ്മൾ പിട്ടായി ഉണ്ടാക്കണേ. കാരണം ഞാൻ അങ്ങനെ ഭയങ്കരമായ പ്ലാനിങ് ഒക്കെ ചെയ്തിട്ട് നേരത്തെ എഴുന്നേൽക്കുന്ന ആളൊന്നുമല്ല. അപ്പം പിട്ടാകുമ്പോൾ നമുക്ക് എളുപ്പമാണല്ലോ. നമ്മുടെ അപ്പച്ചെമ്മീൻ്റെ ഉള്ളിലോട്ടേക്ക് ഇങ്ങനെ വിതറി അങ്ങ് ഇട്ടാൽ മതിയായിരുന്നല്ലോ. പക്ഷെ സത്യം പറഞ്ഞാൽ പണ്ടൊന്നും എനിക്ക് പിട്ട് ഇഷ്ടമായിരുന്നില്ല. ഞാൻ ആലോചിച്ചു ഇപ്പോൾ, പക്ഷെ പുട്ടും പിട്ടും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഷേപ്പിൽ മാത്രമേ വ്യത്യാസമുള്ളൂ. പുട്ട് നമ്മൾ ഷേപ്പിൽ ഉണ്ടാക്കിയാലും അതേ കണക്ക് നമുക്ക് ഉള്ളിലോട്ടേക്ക് മിണുങ്ങാൻ പറ്റില്ലല്ലോ. ഇതുപോലെ കുഴച്ചിട്ടല്ലേ നമുക്ക് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മളുടെ
പുട്ടൊക്കെ പിട്ട്, ഞങ്ങളുടെ നാട്ടിൽ പിട്ടെന്നാട്ടോ പറയുന്നത് ഇതിന്. അതേ പിട്ട് ഏകദേശം സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പം കടല ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്. കടല ഇനിയിപ്പം നമുക്കൊന്ന് കാച്ചി ഒഴിച്ചാൽ മാത്രം മതിയാവും. സൈഡിൽ ഇത് എപ്പോഴത്തെയും പോലെ നമ്മളുടെ വീട്ടിലെ ടീ സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള കെട്ടിയോൻ ടീ ഇടാൻ വേണ്ടി കയറിയിട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ ജസ്റ്റ് കുറച്ച് കടുകും ജീരകവും കൂടെ ഒന്ന് താളിച്ചൊഴിക്കുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് പിന്നെയും നമ്മുടെ താളിച്ചൊഴിച്ചതിന് ശേഷവും ഒന്ന് നമ്മുടെ കടല തിളപ്പിച്ചെടുത്താലാണ് എനിക്കൊരു ആ ഒരു പൂർണ്ണത വരുന്ന രീതിയിൽ എനിക്ക് ഫീൽ ചെയ്യത്തുള്ളൂ. അല്ലെങ്കിൽ ആ മസാലകൾക്ക് ഒരു പച്ചമണം പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. പിന്നെ നമ്മൾ കസൂർ മേത്തി മേടിച്ചത് നമ്മുടെ അടുത്ത് ഇരിക്കണോണ്ട് ഞാൻ ജസ്റ്റ് അതും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടുണ്ട്, വില കുറവാണ് ആ സാധനത്തിന് കേട്ടോ. വലിയ പാക്കറ്റാണ്, ചെറിയ പാക്കറ്റൊന്നും നമ്മളന്ന് നോക്കിയപ്പോൾ ഉണ്ടായിരുന്നില്ല. അങ്ങനെ നമ്മളുടെ കടലക്കറി സെറ്റായിട്ടുണ്ട്. ഇതേ പുട്ടും സെറ്റായിട്ടുണ്ട്, ചായയും എല്ലാം ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കഴിക്കാൻ പോകാം കേട്ടോ. എന്താ പറയുക, നമ്മൾ 2 ദിവസം ഇവിടെ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ ആണ് ശരിക്കും ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ നമ്മളുടെ നാടൻ ഭക്ഷണത്തിൻ്റെ വില അറിയുന്നത് വളരെ നല്ലതാണ്. ഇതുപോലെ തന്നെ പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് നമ്മുടെ പപ്പയ്ക്കൊരു ചേച്ചിയുണ്ട്, സിസ്റ്റർ ആൻറ്റി, നമ്മൾ വലിയ ആൻറ്റി എന്നാണ് വിളിക്കുന്നത്. ആൾ നാഗ്പൂരാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാ ഫാമിലിയും, പപ്പയുടെ വീട്ടുകാർ, കുഞ്ഞാൻറ്റി, കൊച്ചാൻറ്റി, അവരുടെ ഫാമിലി എല്ലാവരും കൂടെ നമ്മൾ നാഗ്പൂർ പോയിട്ടുണ്ടായിരുന്നു. 3-4 ദിവസമാണെന്ന് തോന്നുന്നു കേട്ടോ. അപ്പോൾ അവരുടെ മടത്തിൽ നിന്നുള്ള ഭക്ഷണങ്ങളൊക്കെ, നമ്മുടെ നാടൻ ഭക്ഷണങ്ങളൊക്കെ ഒന്നും ഇല്ല. തിരിച്ച് വീട്ടിൽ വന്നിട്ട് കഞ്ഞി കുടിച്ചപ്പോഴാണ് സത്യം പറഞ്ഞാൽ ഞാൻ നമ്മുടെ കഞ്ഞിയുടെ വിലയൊക്കെ അന്ന് മനസ്സിലാക്കിയത്. സെയിം സിറ്റുവേഷനാണിന്ന്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ കാണിച്ചില്ലേ, അത്രത്തോളം തുണികളും സാധനങ്ങളൊക്കെ നമുക്ക് അതൊക്കെ അലക്കാനുള്ളതാണ്, നമ്മൾ അവിടെ യൂസ് ചെയ്തിട്ടുള്ളതാണ്. ഒന്നും ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നില്ല. വന്നു നമ്മളുടെ ബാഗിൽ നിന്നൊക്കെ പുറത്തെടുത്തിട്ടു, അത്രേ ചെയ്തു. ഇന്നത്തെ ഡിഷ് വാഷിങ് ഏട്ടൻ ഏറ്റെടുത്തിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ സമയം 12:15 അപ്പം നമ്മൾ ഇനിയിപ്പം ഉച്ചയ്ക്ക് നമ്മൾ കഴിക്കലൊന്നും ഉണ്ടാവില്ല. ഉച്ചയ്ക്കലത്തെ ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും കൂടെ നമ്മൾ പുട്ടും കടലയിൽ ഒതുക്കിയിട്ടുണ്ട്. ആദ്യം ഉച്ചയ്ക്കൊക്കെ കഴിക്കാൻ നട്ടാ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതെ, ലവന് കടയിൽ പോകാൻ മടി ചെയ്തുകൊണ്ടാണ് അല്ലേടാ. വെയിലൊക്കെയാണ്, അതൊക്കെ സമ്മതിച്ചു. അതുകൊണ്ടാണ് നമ്മൾ ഉച്ചയ്ക്ക് സ്കിപ്പ് ചെയ്യണേ. ഇനിയിപ്പോൾ ഞാനിപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഈ തുണികളില്ലേ സൈഡിൽ, നമ്മളുടെ തുണികൾ കഴിഞ്ഞ ദിവസത്തെ 2 ദിവസത്തേക്ക് അലക്കാൻ കിടക്കുന്നുണ്ട്. അല്ലാണ്ടും കുറേ അലക്കാൻ കിടക്കുന്നുണ്ട്, അതൊക്കെ അലക്കിയിടണം. അപ്പം ഇനി നമ്മൾ ചിലപ്പം ചായ കുടിച്ചിട്ട് രാത്രിയിൽ എന്തെങ്കിലും ഉണ്ടാക്കണ്ടാവുള്ളൂ. അപ്പം ഇനി ചായയൊക്കെ കുടിച്ച് ഒന്ന് റിലാക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പണിയിലോട്ടേക്ക് കിടക്കാം. ഇത് ഒട്ടുമിക്ക ആൾക്കാർക്കും ഇങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോകുമ്പോഴുണ്ടല്ലോ, പോണതിൻ്റെ ഒരാഴ്ച മുന്നേ നമ്മൾ ബാഗൊക്കെ പാക്ക് ചെയ്ത് സെറ്റാക്കി വെക്കും. പക്ഷെ തിരിച്ച് വീട്ടിൽ വരുമ്പോൾ ആ ഒരു ഉത്സാഹമൊന്നും കാണില്ല. ഏട്ടൻ പറയും, നീ മറ്റേ കാവടി തുള്ളിയാണ് പോയത്, തിരിച്ച് വന്നപ്പം എന്താണ് ഇങ്ങനെ വരണേന്ന്. കാരണം തിരിച്ച് വന്നപ്പോൾ എനിക്ക് ഒരു ഭയങ്കര ടയേർഡും ആയിട്ടുണ്ടായിരുന്നു, തിരിച്ച് വരണേൻ്റെ ഒരു സങ്കടമൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ തലേന്ന് ഉച്ചയല്ലേ അല്ല ഏകദേശം ഒരു 3 മണിയോട് കൂടെ നമ്മൾ വീട്ടിലെത്തിയതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തന്നെ ഇതൊക്കെ ക്ലീൻ ചെയ്ത് അലക്കിയിടാൻ വേണ്ടിയിട്ടുള്ള സമയം എനിക്ക് ധാരാളം ഉണ്ടായിരുന്നു. പക്ഷേ മടിയും നമ്മൾ എല്ലാം കഴിഞ്ഞ് വന്നതിൻ്റെ സങ്കടവും കൊണ്ട് ഞാൻ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ അതിൽ നിന്ന് തരം തിരിച്ചിട്ട് ഒരു ട്രിപ്പ് ഞാൻ അലക്കാനിട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ അന്ന് യൂസ് ചെയ്തതിൽ മിക്കതും വെള്ള ഡ്രസ്സൊക്കെ, വൈറ്റ് ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതൊക്കെ സെപ്പറേറ്റ് അലക്കണമല്ലോ. അങ്ങനെ ഒരു സെറ്റ് നമ്മൾ അലക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ സാധനം അലക്കാനിട്ടിട്ട് ഞാൻ നമ്മൾക്കിടെ തുണിയൊക്കെ മടക്കിയെടുത്ത് വെക്കാൻ പോകാൻ കേട്ടോ. ഇത് സത്യം പറഞ്ഞാൽ നമ്മൾ പോണതിന് മുന്നേ അലക്കി ഉണക്കാൻ വിരിച്ചിരുന്ന സാധനമായിരുന്നു. പക്ഷേ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഇത് ചെയ്യണ്ടേ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇടയ്ക്ക് അലക്കാൻ വേണ്ടിയിട്ട് ആരും ഇല്ല. അതുകൊണ്ട് ഇതിൻ്റെ ആവശ്യം ഒന്നുമില്ല. അപ്പോൾ അതെന്തായാലും മടക്കിയെടുത്ത് വെക്കട്ടെ. ഇത് ഫസ്റ്റ് ടൈം എന്നല്ല, ഇടയ്ക്കിടയ്ക്ക് ആ സാധനം എനിക്ക് പണി തരും. ഏതെങ്കിലും ഒരു സൈഡിൽ അബദ്ധത്തിലൊരു തുണിയെങ്ങാനും കൂടുതൽ വന്നാൽ അപ്പോൾ പുള്ളിക്കാരൻ ഒരു സൈഡാക്കും. ഞാൻ മടക്കി കഷ്ടപ്പെട്ട് അവിടെ വെച്ചിരുന്നതൊക്കെ നിലത്ത് വീണു. പിന്നെയും എനിക്ക് മടക്കേണ്ടി വന്ന്. എന്തോ ഇരട്ടിപ്പണി മനുഷ്യന് അല്ലെങ്കിൽ ഒരുപാട് പണിയുണ്ട്. ആ സമയത്ത് ഇങ്ങനെ പിന്നെയും തുടരെ പണികൾ തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ അവിടെയുള്ള നമ്മളുടെ തുണിയൊക്കെ മടക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം അലമാരയിൽ കയറ്റി. അലമാര സത്യം പറഞ്ഞാൽ അലമ്പാണ് കേട്ടോ. അതാണ് ഞാൻ നിങ്ങളെ കാണിക്കാറ്. അപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി ലുലു സൂപ്പർ മാർക്കറ്റിൽ പോവാണ്. ടൂഡോ സൂപ്പർ മാർക്കറ്റ്, അത് അത്ര മോശം. സാമ്പാറും അവിയലും വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോവാം. കുറേ 2-3 ദിവസമായിട്ട് ഫുൾ ചിക്കൻ, ബീഫ് ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പം ഇന്ന് നമുക്ക് കറുത്തു പച്ചക്കറി ആക്കാമെന്ന് വിചാരിച്ചു. നിനക്ക് നേരത്തെ വെളുപ്പുണ്ടെന്ന് എന്നോടാണ്
ഉള്ള തന്നെ കാണിക്കുള്ളൂ മിസ്റ്റർ. അപ്പം നമുക്ക് കടയിൽ പോയിട്ട് വരാം. പിന്നെ വേണ്ട ഇടയ്ക്കിടയ്ക്ക് ഇവിടെ പച്ചക്കറി പോരേടാ. ഇനി കുറച്ച് ദിവസത്തേക്ക് ഫുൾ പച്ചക്കറി മതിയെന്ന് പറഞ്ഞു പോയ ആളാണ്. അവിടെ മീൻ കണ്ടപ്പോൾ പുള്ളിക്ക് മീൻ വേണമെന്ന്. അപ്പോൾ പിന്നെ എന്നിട്ട് പറയണത് എന്താണെന്നറിയോ, സാമ്പാറും അവിയലും ആകുമ്പം എനിക്ക് ഭയങ്കര പണിയല്ലേ. സാമ്പാർ മാത്രം ഉണ്ടാക്കിയാൽ മതി, അവിയൽ ഉണ്ടാക്കണ്ട, കൂടെ മീൻ വറക്കാം. പിന്നെ എന്തെങ്കിലും ആവട്ടെ, ഈ സാമ്പാറും മീൻ വറുത്തതും അപാര കോമ്പിനേഷനാണ്. ഓ, അവൻ്റെ ക്യാമറ ഒട്ടും പോരാ, ഇത് തല തിരിച്ചൊക്കെ എടുത്തിട്ടുണ്ടല്ലോ ദൈവമേ. അവിടെ ഒരുപാട് മീനൊക്കെ ഉണ്ടിട്ട്. ഈ കൂന്തൽ സാധനമില്ല, ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. കടയിൽ നിന്ന് എന്തോ കഴിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷേ വീട്ടിൽ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. പക്ഷെ അത് മര്യാദയ്ക്ക് എങ്ങനെ കുക്ക് ചെയ്യേണ്ടതെന്നൊന്നും അറിയാത്തത് കൊണ്ട് നമ്മൾ ഇതുവരെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നിന്നിട്ടില്ല. ഫയർ അലാം ആണോ എന്തോ ഒച്ചയൊക്കെ ഉണ്ട് പുറത്ത്. അപ്പോൾ ഇവിടെ ചാള, നമ്മൾ പണ്ട് അൽഗേൽ ഗേറ്റിൽ താമസിച്ചിരുന്നപ്പം അവരവിടെ ചാള നന്നാക്കി തരില്ല. എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല, പക്ഷേ ഇവർക്ക് അങ്ങനെ ജാടിയൊന്നുമില്ല കേട്ടോ. ചാളയൊക്കെ നന്നാക്കി തരും. പിന്നെ ഒരുപാട് തിരക്ക് വരണ സമയത്ത് അവരിങ്ങനെ ചോദിക്കും നമ്മുടെ അടുത്ത്, നന്നാക്കണോ, വീട്ടിൽ നന്നാക്കാവോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു പാവം തോന്നിയിട്ട് നമ്മൾ ചില സമയത്ത് നന്നാക്കണ്ടെന്ന് പറയും. അത് തിരക്കുള്ള സമയത്താട്ടോ. അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ ജാടിയൊന്നുമില്ല അൽഗേൽ ഗേറ്റിലുള്ളവരെ പോലെ, എല്ലാം നന്നാക്കി തരും. വാവ്, ഡിഫറെൻറ്റ് ഷോട്ടായിട്ടുണ്ട്. ഞാനിവിടെ നമ്മുടെ സാമ്പാറിനുള്ള സംഭവങ്ങളൊക്കെ എടുക്കുകയാണ്. എന്തോ ഭാഗ്യത്തിന് ഇന്ന് മുരിങ്ങാക്കോലുണ്ട്, അല്ലെങ്കിൽ മുരിങ്ങാക്കോലൊന്നും ഇവിടെ കാണാറില്ല. അപ്പം സാമ്പാറിനും അവിയലിനും കൂടി ഉള്ളത് ഞാൻ എടുക്കുന്നുണ്ട്. കാരണം പിറ്റേ ദിവസത്തേക്ക് നമുക്ക് സാമ്പാറിനും അവിയലിനൊക്കെ ഓൾമോസ്റ്റ് ഏകദേശം സെയിം കഷ്ണങ്ങളൊക്കെ അല്ലേ, 1-2 മാറ്റങ്ങളൊക്കെ വരണുള്ളൂ. അപ്പം എടുക്കണ സാധനം 2 എടുത്തു കഴിഞ്ഞാൽ സാമ്പാറിനും അവിയലിനും ആവുമല്ലോ. ഏട്ടൻ എന്താ ഈ കാണിക്കണേ, എന്തൊക്കെ ഷോർട്ടാണ് എടുത്തിരിക്കണത് ദൈവത്തിന് മാത്രം അറിയാം. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വിഷ്വൽസും ഈസ് ബൈ കെട്ടിയോനാണ്. അപ്പം ഇവിടെ തക്കാളി ഉണ്ടല്ലോ, എപ്പോഴും ചീത്തതായിരിക്കും. നല്ലതൊക്കെ കിട്ടുന്നത് വളരെ റെയറാണ്. നോക്കിയിരിക്കണം, ചതഞ്ഞു മുറിഞ്ഞൊക്കെ ആയിരിക്കും നമ്മളുടെ തക്കാളിയൊക്കെ ഇരിക്കണ്ടാവുക. പിന്നെ നോക്കിയ കേസ് ചക്ക 1 കിലോയ്ക്ക് 9 ദിർഹംസ് കേട്ടോ. ഞാൻ പറയായിരുന്നു ഇതെൻ്റെ അപ്പം കണ്ടതിനെ തല്ലിക്കൊല്ലുമെന്ന്. കാരണം വീട്ടിൽ പണ്ടൊക്കെ ഇല്ലേ, നമ്മുടെ ചുറ്റും പ്ലാവ് ഉണ്ടായിരുന്നു, നിറയും പ്ലാവ്, നമ്മുടെ ചക്ക കിട്ടും. ആ സമയത്തൊക്കെ ദൈവമേ, ഈ പണ്ടാരം പിടിച്ച പ്ലാവ് ഒന്ന് കരിഞ്ഞു പോയിരുന്നെങ്കിൽ എന്ന് പ്രാപിക്കൊണ്ടിരുന്ന ഞാനാണ് ഇവിടെ വന്നിട്ട് 10 ദിർഹംസ് 9 ദിർഹംസിന് 1 കിലോ നമ്മളുടെ ചക്ക മേടിച്ച് കഴിക്കണത്. പക്ഷെ നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മണത്തപ്പോഴും നല്ല മണം ഉണ്ടായിരുന്നു. അപ്പം നമ്മുടെ അവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ 1-2 പേര് ഒഴിച്ചിട്ട് ബാക്കി എല്ലാവരും മലയാളികളാണ്. അപ്പോൾ അവിടെയുള്ള ആൾ പറഞ്ഞു നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നു, നല്ല മധുരമുള്ളതാണെന്ന് പറഞ്ഞതുകൊണ്ടും കൂടിയാണ് ഞാൻ മേടിച്ചത്. പിന്നെ ഇതിന് മുന്നേ ഒരു തവണ ചക്ക കണ്ടു, അത് കാണുമ്പോൾ തന്നെ നമുക്കറിയാം വാടിക്കുറഞ്ഞ് ഉണങ്ങിയിരിക്കുന്ന പോലത്തെ. പക്ഷേ ഈ ചക്ക നല്ല ഫ്രഷ് ആയിട്ടാണ് ഇരിക്കേണ്ടായിരുന്നത്. അപ്പം എനിക്കൊരു കൊതി, ഒരുപാട് നാളെ നമ്മൾ മനുഷ്യരുടെ സ്വഭാവം അങ്ങനെയാണല്ലോ, ആവശ്യത്തിൽ കൂടുതൽ നമ്മൾക്ക് കിട്ടുമ്പം വില ഉണ്ടാവില്ല. പക്ഷെ വൺസ് അത് കിട്ടാണ്ടാവുമ്പോൾ, അതില്ലാണ്ടാവുമ്പോഴായിരിക്കും നമുക്ക് അതിൻ്റെ വില മനസ്സിലാവുക. അങ്ങനെ വന്നിട്ട് നമ്മൾ ഏട്ടൻ ചായ ഇടാൻ വേണ്ടിയിട്ട് പോവാണ്. 2 ദിവസം ചായ കുടിക്കാണ്ടിരുന്നിട്ടേ എൻ്റെ പൊന്നേ, ഇടയ്ക്കിടയ്ക്ക് ഇപ്പോൾ ചായ കുടിക്കാൻ തോന്നുകയാണെന്ന്. അപ്പോൾ ഏട്ടൻ ചായ ഇടാൻ ഉള്ള ടാസ്കിലോട്ട് കയറിയിട്ടുണ്ട്. ഞാൻ സാധനങ്ങൾ നമ്മുടെ ഇപ്പം ഉണ്ടാക്കണില്ല, കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ നമ്മൾ ഉണ്ടാക്കുകയുള്ളൂ. അപ്പം മീനും ആ പച്ചക്കറികളും എല്ലാം കൂടെ നമ്മൾ ഫ്രിഡ്ജിലോട്ടേക്ക് കയറ്റാണ് കേട്ടോ. അത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് എൻ്റെ ചക്ക മുറിക്കാൻ. എനിക്ക് ഭയങ്കര കൊതിയായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ എന്താണെന്നറിയില്ല, കിട്ടാണ്ട് ഇരുന്ന് കിട്ടിയപ്പം ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഇല്ലേ, ഈ ചക്കയൊക്കെ മുറിക്കണതില്ലേ, ഇതൊന്നും എനിക്കറിയാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. എൻ്റെ വീട്ടിലൊക്കെ ഉണ്ടല്ലോ, മമ്മിയുള്ള സമയത്താണെങ്കിലും ഈ ചക്ക മുറിക്കുക, അതായത് പപ്പ പണ്ട് പുറത്തായിരുന്നു, പിന്നെ നാട്ടിൽ വന്ന് സെറ്റിലായ സമയം മുതൽ ഈ ചക്ക മുറിക്കുക, അതുപോലെ തന്നെ നമ്മളുടെ മീൻ നന്നാക്കുക, ഇറച്ചി നന്നാക്കുക, ഇതൊക്കെ എൻ്റെ അപ്പനാണ് ചെയ്തുകൊണ്ടിരുന്നത്. കുക്ക് ചെയ്യുന്നത് എൻ്റെ മമ്മി. അപ്പം ഞാനൊക്കെ കണ്ടിട്ടുള്ളത് ഈ ചക്ക ഇങ്ങനെ പപ്പ മുറിച്ച് വെക്കും, മമ്മി എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ഓരോ ചുളയാക്കിയിട്ട് കുരുവൊക്കെ കളഞ്ഞിട്ട് ഇങ്ങനെ പാത്രത്തിലിട്ട് തരും കേട്ടോ. ഇപ്പം ഇതെല്ലാം ചെയ്യുന്നത് എൻ്റെ അപ്പം തന്നെയാണ്. അപ്പം തന്നെ ചക്ക മുറിക്കും. ഞാനുണ്ടെങ്കിൽ പോലും, ഇത്ര പ്രായമായി ഞാനുണ്ടെങ്കിൽ പോലും ചക്ക എൻ്റെ അപ്പം തന്നെ മുറിക്കും. അതിൻ്റെ ഉള്ളിൽ നിന്ന് ഓരോ ചുളയാക്കിയിട്ട് കുരു സഹിതം മാറ്റിയിട്ട് ഇങ്ങനെ മാറ്റി വെച്ച് തരും. അപ്പോൾ ഇതൊക്കെ ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല.
പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ മുറിച്ച സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഏറ്റവും ആദ്യമായിട്ട് ഒരു ചക്ക മുറിക്കാൻ വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോഴാണ്. അപ്പോൾ എനിക്കൊക്കെ സത്യം പറഞ്ഞാൽ ഭയങ്കര അതിശയമായിരുന്നു. കാരണം ഞാൻ പണ്ട് മുതലേ ഇങ്ങനെ കണ്ട് ശീലിച്ചത് ഇതാണ്. ഇങ്ങനത്തെ കുറച്ച് ചക്ക മുറിക്ക് അത്ര ഹാർഡായിട്ടുള്ള പണിയല്ല, എന്നാലും വീട്ടിൽ അപ്പനും അമ്മയും ഇങ്ങനത്തെ ജോലികൾ സ്പ്ലിറ്റ് ചെയ്തിട്ട് അവർ ചെയ്ത് ഞാൻ കണ്ടിട്ടുള്ളത്. പപ്പ ചക്ക മുറിക്കുമ്പം മമ്മി ഇതിൻ്റെ ഉള്ളിൽ നിന്ന് ചക്ക വലിച്ച് ഇങ്ങനെ ക്ലീൻ ചെയ്ത് വെക്കും. പപ്പ കോഴീനെ കൊന്ന് നന്നാക്കി വെക്കും, മമ്മി കറി വെക്കും. അങ്ങനെയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം ഏറ്റവും ആദ്യമായിട്ട് ഞാൻ ചക്ക മുറിക്കുന്നത് കല്യാണം കഴിഞ്ഞ് ചെന്നപ്പോൾ എന്തുവാണ്, അതത്ര വൃത്തിക്കൊന്നും പറ്റിയൊന്നുമില്ല എന്ന് തോന്നണം. അപ്പോൾ അതൊക്കെ പോട്ടെ. അപ്പോൾ ബാക്ക് ടു നമ്മളുടെ ചക്ക. അപ്പം ഇപ്പം ഞാൻ എന്തിനാ അതൊക്കെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല കേട്ടോ. പെട്ടെന്ന് ചക്ക മുറിക്കുന്ന കാര്യം പറഞ്ഞപ്പം ആ പണ്ടത്തെ ഒരു ഓർമ്മകളൊക്കെ വന്നു. അപ്പോൾ ചക്കയിൽ നല്ല സൂപ്പർ ചക്കയായിരുന്നു കേട്ടോ. കൂടാത്തതിന് നല്ല വലിപ്പമുള്ള കുരു ഉണ്ടായിരുന്നു. അപ്പം ഞാനത് മാറ്റി വെച്ചിട്ടുണ്ട്, ചക്കക്കുരു മാങ്ങയും ചെമ്മീനും കൂടെ കറി വെക്കാമെന്ന് വിചാരിച്ചിട്ട്. നല്ല രസമുണ്ടായിരുന്നു. ഞാൻ നന്നാക്കണത് മൊത്തം എൻ്റെ വായിലോട്ടാണ് പോണത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, നല്ല മധുരം ഉണ്ടായിരുന്നു, കുരു എല്ലാം വലുതായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചെറുതിലൊക്കെ ആയിരുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന ഒരു ഫ്രൂട്ടായിരുന്നു ചക്ക. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ വീട്ടിൽ ചുറ്റും ഒരുപാട് പ്ലാവ് ഉണ്ടായിരുന്നു. അപ്പോൾ ഒരു ചക്ക ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് ചക്കയുടെ പല പല സാധനങ്ങളായിരിക്കും. ഒന്നില്ലെങ്കിൽ പച്ചച്ചക്ക പുഴുക്ക്, അല്ലെങ്കിൽ പഴുത്ത ചക്ക ഇങ്ങനെ ഉണ്ടാവും, അല്ലെങ്കിൽ ചക്ക അട, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പല പല സാധനങ്ങളായിരിക്കും. ആ സമയത്തേക്ക് എനിക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. ഞാൻ പണ്ടൊക്കെ മമ്മീനെ ആ സമയത്ത് കുറേ ചീത്ത പറയാറുണ്ട്, ഇതൊന്ന് നിർത്തൂ, എന്തിട്ടാണ് എപ്പോഴും ചക്ക വന്ന് കയറുമ്പോൾ തന്നെ വീട്ടിൽ ചക്കയുടെ മണാണെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നൊന്നും എനിക്കറിയില്ലായിരുന്നു ഞാൻ കുറേ വർഷങ്ങൾക്ക് ശേഷം പൈസ കൊടുത്ത് ഈ സാധനം മേടിച്ച് എൻ്റെ ആഗ്രഹം നിറവേറ്റുമെന്ന്. പിന്നെ കുറച്ച് നേരം ഇപ്പോഴത്തെ നമ്മുടെ പ്ലാൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേഗം കുക്ക് ചെയ്തിട്ട് ഒരു 7:30 ആകുമ്പോഴത്തേക്കും നമ്മൾക്ക് ഷട്ടിൽ കളിക്കാൻ പോകണം എന്നാണ് നമ്മളുടെ ആഗ്രഹം. കളി കഴിഞ്ഞ് വന്നിട്ട് നമുക്ക് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഞാൻ ചത്ത് പണ്ടാറടങ്ങിയിട്ടായിരിക്കും വരണ്ടാവുക. അപ്പോൾ ഞാൻ പച്ചക്കറിയൊക്കെ അരിഞ്ഞിട്ടുണ്ട്. എൻ്റെ സാമ്പാർ എന്ന് വെച്ചാൽ ഞാൻ പരിപ്പും നമ്മുടെ പച്ചക്കറികളും ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. നാട്ടിലായിരുന്നപ്പം പരിപ്പ് സെപ്പറേറ്റ് ആയിരുന്നു വേവിച്ചിരുന്നത്. പക്ഷേ ഇവിടത്തേന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഒരു വിസിലിന് നമ്മളുടെ പരിപ്പ് നല്ല പോലെ വെന്ത് ഉടഞ്ഞ് കുഴഞ്ഞ് വരും. അപ്പോൾ ഞാൻ സെപ്പറേറ്റ് പരിപ്പ് വേവിച്ചിട്ട് പിന്നെയും ഞാൻ നമ്മുടെ പച്ചക്കറി ഇട്ടിട്ട് ഒരു വിസിൽ, അതായത് ടോട്ടൽ പരിപ്പിന് 2 വിസിൽ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പരിപ്പ് കാണാൻ പോലും കിട്ടില്ല. അപ്പോൾ ഞാൻ എല്ലാം കൂടെ ഒരുമിച്ച്, അതാണേലും എനിക്കും എളുപ്പം. അങ്ങനെ പരിപ്പ് നല്ലപോലെ കഴുകി നമ്മളുടെ പച്ചക്കറിയുടെ ഉള്ളിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ഉപ്പും കുറച്ച് വെള്ളവും ഒഴിച്ചിട്ട് സെറ്റ് ചെയ്യാണ്ടോ. പിന്നെ നമ്മളുടെ എന്താണ് അതിനെ പറയണേ, ഉലുവയാ അല്ല കായം ഭാഗ്യത്തിന് കായം നോക്കിക്കഴിഞ്ഞപ്പോൾ ഞാൻ പണ്ടെങ്ങാണ്ടോ മുറിച്ച് വെച്ചിരിക്കുന്ന ഒരു പീസ് ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ആ സാധനം മുറിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കഷ്ടപ്പെടണം. എനിക്ക് കായത്തിൻ്റെ കട്ടയാണ് ഇഷ്ടം, പൊടി ഇഷ്ടമല്ല. പൊടി ഇടാൻ വേണ്ടിയിട്ട് എളുപ്പമാണ്, പക്ഷേ ഈ കട്ട പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ നല്ല രീതിക്ക് പണിപ്പെടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ പച്ചക്കറിയും പരിപ്പും കുറച്ച് വെള്ളവും ഉപ്പും ഒരു ചെറിയ കഷ്ണം കായത്തിൻ്റെ കട്ടയും കൂടെയൊക്കെ ഇട്ടിട്ട് ഒരു വിസിൽ കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് ഫുള്ളി തന്നെ, ഞാൻ ചെറിയ തീയിലൊന്നും ഇടുന്നില്ല കേട്ടോ, നമ്മളുടെ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ചട്ടി വെക്കുന്നത് നമ്മളുടെ പൊടികളൊന്ന് മൂപ്പിക്കാനും അതിൻ്റെ കൂട്ടത്തിൽ നമ്മളുടെ വെണ്ടയ്ക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. തക്കാളി ഞാൻ പച്ചക്കറി കടയിൽ നമ്മൾ പോയിപ്പോൾ ഞാൻ തക്കാളി അതുപോലെ തന്നെ സവാള ഇതെല്ലാം കൂടെ ഞാൻ ടാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കവറിലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ പിന്നെ പരിപ്പെടുക്കാൻ വേണ്ടിയിട്ട് പോയി. ഞാൻ മറന്നതാണോ ഏട്ടൻ മറന്നതാണോ എന്ന് എനിക്കറിയില്ല. നമ്മളുടെ ബിൽ കൗണ്ടറിൻ്റെ അടുത്തേക്ക് ഈ 2 സാധനങ്ങളും എത്തിയിട്ടില്ല. അതുകൊണ്ട് ഇന്ന് തക്കാളി ഇല്ലാതെയാണ് ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോണേ. അപ്പോൾ അതെല്ലാം കൂടെ ഒന്ന് ഞാൻ മൂപ്പിക്കും. ആദ്യമൊക്കെ പൊടികൾ നമ്മൾ പച്ചയോട് കൂടിയാണ് കേട്ടോ സാമ്പാറിൻ്റെ അതിൻ്റെ ഉള്ളിലേക്ക് ഇടാറ്. അപ്പോൾ വലിയ ടേസ്റ്റൊന്നും തോന്നാറില്ല. ഇങ്ങനെ ചെയ്യുമ്പം ഭയങ്കര സൂപ്പറാണ്. ഇങ്ങനെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കി നോക്കുക. ആ പൊടികൾക്കിടെ കൂടെ തന്നെ നമുക്ക് സെപ്പറേറ്റ് വേണ്ട. ചില ആൾക്കാർ ഈ തക്കാളിയും വെണ്ടയ്ക്കയും വെളിച്ചെണ്ണയിലിട്ട് സെപ്പറേറ്റ് മൂപ്പിച്ച് മാറ്റിയിട്ട് പിന്നെയും പൊടി മൂപ്പിക്കുന്നവരുണ്ട്. അത് ഇരട്ടിപ്പണിയാണ്. ഈ തക്കാളിയുടെയും വെണ്ടയ്ക്കയുടെയും കൂട്ടത്തിൽ തന്നെ നമ്മുടെ പൊടി ഇട്ടിട്ട് അങ്ങ് മൂപ്പിച്ചെടുത്താൽ മതി, എല്ലാം സെറ്റായിട്ട് കിട്ടിക്കോളും. അങ്ങനെ നമ്മളുടെ കടുകും വേപ്പിലയൊക്കെ കാച്ചി ഒഴിച്ച് നമ്മളുടെ സൂപ്പർ അടിപൊളി സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, നല്ല കൊഴുപ്പിൽ നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ചോറ് വെക്കണം, ആ ഒരു കുക്കർ തന്നെയല്ലേ ഉള്ളൂ. അപ്പോൾ ഞാൻ വേഗം തന്നെ അത് വേറൊരു പാത്രത്തിലേക്ക് നമ്മളുടെ സാമ്പാർ മാറ്റി. പിന്നെ ആ ഒരു കുക്കറൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് അരിയിട്ട് ഞാൻ അടുപ്പത്ത് വെക്കാൻ പോകാൻ കേട്ടോ. ഇപ്പോഴും നമ്മൾക്ക് കളിക്കാൻ പോകണം തന്നെയാണ് നമ്മുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടായിരുന്നത്. അതുകൊണ്ടാണ് ഞാൻ വേഗം പണിയൊക്കെ തീർക്കണേ.
കഴിഞ്ഞില്ല അത്. ഇനിയിപ്പം ഈ ഒരു ചാള ഭാഗ്യത്തിന് അവർ നന്നാക്കി തന്നിട്ടുണ്ട്. എപ്പോഴത്തെയും പോലെയല്ല കേട്ടോ. ഇവർ മീൻ നന്നാക്കുമ്പോൾ നല്ല പോലെ വൃത്തിയാക്കിയിട്ട്, നമുക്ക് ചെതമ്പലും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സാധാരണ നമ്മൾ മുന്നേ താമസ സ്ഥലത്തൊക്കെ അവർ എന്തോ ജസ്റ്റ് ഒരു കടത്ത് കഴിക്കാൻ വേണ്ടിയിട്ട് ചെയ്യണമെന്ന് പറയില്ലേ, അതേ കണക്കാണ് മീനൊക്കെ നന്നാക്കി തരാറുള്ളത്. നമ്മൾ വീട്ടിൽ വന്നിട്ട് പിന്നെ നമുക്ക് അതിൻ്റെ സൈഡിൽ ചിറക് വെട്ടാനുണ്ടാവും. ചെതമ്പൽ മൊത്തത്തിലൊന്നും അവർ കളയാറൊന്നുമില്ല. പക്ഷേ ഇവർ ചിറകുകളായിക്കോട്ടെ, ആ സൈഡിലുള്ള ചെറിയ ആ ഒരു ചിറകൊക്കെ ഉണ്ടാവില്ലേ, അതുവരെ അവർ നല്ലപോലെ വെട്ടി ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ അവർ തരാറ്. അതുകൊണ്ട് കഴുകുക, വൃത്തിക്ക് ഉള്ളിലുള്ള ആ കറുത്ത സാധനങ്ങളൊക്കെ കളഞ്ഞിട്ട് കഴുകുക എന്നുള്ളത് മാത്രമാണ് പണിയായിട്ട് വരാറുള്ളത്. അപ്പം അങ്ങനെ നമ്മൾ ഉപ്പ്, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കുറച്ച് കുരുമുളക് പൊടി ഇതെല്ലാം കൂടെ ഒന്ന് വരഞ്ഞ് മീനിലോട്ട് പുരട്ടിയിട്ട് ഞാൻ ആ പാത്രത്തിലാക്കി ഫ്രിഡ്ജിലെടുത്ത് വെക്കാൻ വേണ്ടി പോവാണ്. കാരണം നമ്മൾ ഇപ്പം കറി വറക്കുന്നില്ലല്ലോ, ഉണ്ണണേക്കാട്ടിലും മുന്നേ ആയിരിക്കും നമ്മൾ വെക്കേണ്ടാവോ. അപ്പോൾ ജസ്റ്റ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നല്ലപോലെ മസാലയൊക്കെ പിടിക്കുമല്ലോ. ഞങ്ങൾ സാധാരണ 2-3-4 ദിവസമായിട്ട് കളിക്കാൻ പോകാറുണ്ട് ഷട്ടിൽ. പക്ഷേ ഇന്ന് മടി, അതുകൊണ്ടൊന്നും പോകുന്നില്ല. എന്താണെന്നറിയില്ല, ഭയങ്കര മടി. അല്ലെങ്കിൽ ഇപ്പം ഓൾമോസ്റ്റ് ഒരു 4-5 ദിവസമായിട്ട് നമ്മൾ പോവാറുണ്ടായിരുന്നു. പക്ഷേ ഇവിടെ ഭയങ്കര കാറ്റാണ്, അതുകൊണ്ട് തന്നെ നമ്മൾ വൃത്തിക്ക് കളിക്കാൻ പറ്റില്ല. നമ്മൾ ഇങ്ങോട്ടേക്ക് എടുക്കുമ്പോൾ കാറ്റുകൊണ്ട് കോക്ക് അപ്പുറത്തോട്ടേക്ക് പോകും. അതുകൊണ്ട് മര്യാദയ്ക്ക് കളിക്കാൻ പറ്റാറില്ല. പിന്നെ ഞാൻ അത്ര വില കുറഞ്ഞ ഒരു കോക്കും ബാറ്റുമാണ് ഓർഡർ ചെയ്തത്. അതിൻ്റേതായിട്ടുള്ള പോരായ്മകളുണ്ട്. എന്നിട്ട് ഞങ്ങൾ കഴിഞ്ഞ ദിവസം കളിക്കാൻ പോയി കഴിഞ്ഞപ്പം കളിച്ചിട്ട് ശരിയാവാനായിട്ട് ഞങ്ങളുടെ കോക്ക് കണ്ട് സഹതാപം തോന്നി. അപ്പുറം കളിക്കുന്ന ഒരാൾ ഞങ്ങൾക്കൊരു കോക്ക് തന്നു. ആ കോക്ക് വെച്ച് കളിക്കുമ്പം കുറച്ചും കൂടെ കളിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും കാറ്റുള്ളത് കൊണ്ട് എപ്പോഴും കാറ്റുണ്ട്. ഇന്നലെയൊക്കെ നമ്മളൊരു 8:30-ക്കൊക്കെ പോന്നിട്ടുണ്ടായിരുന്നു. അതിന് മുന്നത്തെ ദിവസം 9 മണിക്ക്, അപ്പോഴൊക്കെ കാറ്റുണ്ട്. അപ്പം എന്നാലും ഒന്നും ചെയ്യാണ്ടിരിക്കണേക്കാട്ടിലും പറ്റില്ലേ, കുറച്ച് കളിക്കണേന്ന് ഓർത്തിട്ട്. പക്ഷെ ഇന്ന് മടി ചെയ്തുകൊണ്ട് പോകുന്നില്ലേ. നമ്മുടെ കുക്കിങ്ങും പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ചോറും കൂടി നമ്മൾ കൂറ്റാനുണ്ട്. പിന്നെ ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്ക് മീൻ വറക്കാം. അത്രയൊക്കെ ഉള്ളൂ. അങ്ങനെ പിന്നെ നമ്മൾ കുളിയൊക്കെ ഞാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മളുടെ ചാളമീനൊക്കെ വറക്കാൻ വേണ്ടി വെച്ചു. അവിടെ മീൻ വറുത്തുകൊണ്ടിരിക്കണം. ഇനി മീൻ വറുത്ത് സെറ്റ് ആയി കഴിയുമ്പോൾ നമുക്ക് വേഗം ചോറ് തിന്നാം. നല്ല രീതിക്ക് വിശപ്പുണ്ട്. അപ്പോൾ പിന്നെ അത്രയേ ഉള്ളൂ. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ട് കിടന്നുറങ്ങും. അപ്പോൾ എൻ്റെ സ്റ്റേക്കേഷൻ്റെ പാർട്സ് നിങ്ങളെല്ലാവരും കണ്ട് എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ ബൈ.